പക്ഷെ മാരേജിന്റെ ഒരു കാര്യം പറയുമ്പം ഒരു ആസ് എ ഫാക്ട് പറയുവാണെങ്കിൽ ഇപ്പോഴും ബിസി വേൾഡാണ്. പല ആൾക്കാരും വരുന്നു, കാണുന്നു, കല്യാണം കഴിക്കുന്നു. അതിനകത്തൊരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നടക്കുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു കഴിഞ്ഞു, മാരേജ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് അതിനകത്തൊരു കമൻറ്റ് പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലേ, വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, ഒരു 25 ഇയേഴ്സൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റഡീസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? നന്നായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ ഡെവലപ്പ്. അല്ല, ബേസിക്കലി നല്ലൊരു കരിയർ ഉണ്ടാക്കുക. അപ്പോൾ കരിയർ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സാലറിയിലേക്ക് എത്തുക അല്ലേ, ഒരു ഫൈനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് അല്ലെ, ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ അത്രയും പണിയെടുക്കുന്നുണ്ട്. പക്ഷേ വിവാഹം എന്താണ്? നമ്മളൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എടുക്കുകയാണ്, ഇന്ന് മുതൽ മരണം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുവോളം ഈ ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഞാൻ ജീവിച്ചോളാം എന്നുള്ളത് തീരുമാനം എടുക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നുണ്ടോ അല്ലേ? അതൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നുണ്ടോ? കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ, കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ മിഷനോട് ചോദിക്കുകയാണ്, മിഷേൽ എപ്പോഴായിരിക്കും കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്? അതിനായിട്ട് റെഡിയായെന്ന് ഫീൽ ചെയ്യും. എപ്പോൾ റെഡി ആവുമായിരിക്കും? അങ്ങനെ ഒരു ചോദ്യത്തിനെ പറ്റി പാടാണല്ലേ ഉത്തരം അറിയില്ല. എനിക്കൊന്ന് കൂടുതൽ കുടുംബങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ അപ്പനും അമ്മയും പറയും കെട്ടിക്കാൻ പ്രായം കേട്ടോ, എന്നെ കെട്ടിച്ചു വിടും അല്ലേ. പെണ്ണുങ്ങളോട് അങ്ങനെ പറയുന്നത്, ആണിനോട് ഒന്ന് കെട്ടിക്കൂടെ നന്നായിക്കൂടെ എന്നായിരിക്കും ആണുങ്ങളോട് സംസാരിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ നമ്മളെക്കുറിച്ച് അവർ കൺസേൺഡ് ആണ്. പക്ഷെ കല്യാണം കഴിക്കാൻ സമയമായി. അപ്പം ചോദ്യം അപ്പത്തേക്ക് ഈ വ്യക്തി ചിന്തിക്കുകയാണ്, അയ്യോ കല്യാണം കഴിക്കാൻ സമയമായല്ലോ, എന്നാൽ പിന്നെ ഒന്ന് കെട്ടിയേക്കാം. അപ്പോൾ ഈ കെട്ടുന്നതിൻ്റെ പ്രോസസ്സിലേക്ക് മാട്രിമോണിയിലേക്ക് കടക്കുന്നു. അവിടെ ഇങ്ങനെ പല പ്രോസസ്സ് എടുക്കുന്നു. അപ്പോൾ ഈ ഒരുക്കെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരുക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാച്ച് ചെയ്യുന്ന ചിലപ്പോൾ ആളുടെ ഒരു സാലറിയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനോ ആളുടെ ഒരു ഫാമിലി സ്റ്റേറ്റസോ ഇതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ അവസ്ഥകൾ നമ്മൾ നോക്കും. പിന്നെ കൂടിപ്പോയാൽ നമുക്കൊരു 3 ദിവസം ഒരു കോഴ്സ്, മാരേജ് കോഴ്സിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന എന്താ ഒരു ക്രാഷ് കോഴ്സ് കിട്ടും. ക്രാഷ് കോഴ്സ് വെച്ചിട്ട് ഒരു 3 ദിവസത്തെ കോഴ്സ് വെച്ച് ഒരു 30 കൊല്ലം ഓരോ വ്യക്തിയോട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വി ഹാവ് ടു പ്രിപ്പയർ എ ലോട്ട്. ഇപ്പം പ്രിപ്പറേഷനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും യൂത്തായിട്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സിന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ കല്യാണം കഴിക്കാനുള്ള താല്പര്യപ്പെടുന്ന ഒരു സ്പൗസിൽ ഞാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഒന്ന് എഴുതുക. എനിക്കിപ്പോൾ ഒരു സ്പൗസിനെ ഞാൻ നോക്കുകയാണ്, ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് ഓൾ ദോസ് തിങ്സ് ഇൻ മൈ സ്പൗസ് എന്ന് എഴുതുക. എൻ്റെ ഫ്യൂച്ചർ വൈഫ് എന്ന് എഴുതിക്കോ. ടൈറ്റിൽ ഈസ് മൈ ഫ്യൂച്ചർ വൈഫ്, അല്ലെ ഫോർ ഗേൾസ് മൈ ഫ്യൂച്ചർ ഹസ്ബൻഡ്. യു റൈറ്റ് ഡൗൺ എ സെറ്റ് ഓഫ് എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവസാനം ആ ഫ്യൂച്ചർ വൈഫ് അങ്ങ് വെട്ടുക, അവിടെ എൻ്റെ പേര് എഴുതുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടോ എന്ന് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അതിന് വേണ്ടി എഫേർട്ട് എടുത്ത് നമ്മൾ ഒരുക്കുക. കാരണം എനിക്കൊന്ന് മാരേജ് ഓൾ അബൌട്ട് ഓഫറിങ് യു, ലൈക്ക് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ തന്നെ കൊടുക്കുകയാണ്. അപ്പം ഇഫ് യു ലുക്ക് ഫോർവേഡ് ടു എ വൈഫ് ഹു ഓൾവേസ് ടെൽ ദ ട്രൂത്ത് ടു യു, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും നമ്മളോട് സത്യം മാത്രം പറയുന്ന ഒരു പാർട്ണറെയാണ് നമ്മൾ നോക്കുന്നെങ്കിൽ, ബി റെഡി ടു ബി ട്രൂത്ത്ഫുൾ ടു ഹെർ അറ്റ് എവറി ടൈം അല്ലേ. നമ്മുടെ പാർട്ണറോട് എപ്പോഴും സത്യം മാത്രം പറയുന്നത്. സത്യം ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും സത്യമായിട്ട് തന്നെ പറയുന്നതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ. നമ്മളവിടെ കള്ളത്തരം കാണേണ്ട കാര്യമില്ല. നമ്മളിപ്പം എപ്പോഴും എൻ്റെ കൂടുതൽ കഷ്ടപ്പെട്ട് സഫർ ചെയ്ത് പോകുന്നൊരു അല്ലെ, നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. മാരേജ് ഇസ് നോട്ട് ലൈക്ക് എ ബെഡ് ഓഫ് റോസസ് എവറി ഡേ, അങ്ങനെ ഒരു ഫാൻറ്റസിയിലൊക്കെയാണ് പലരും. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഫാൻറ്റസി എനിമോർ. അപ്പം ഇടയ്ക്ക് സഫറിങ് ഉണ്ടാവും. എൻ്റെ കൂടുതൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ കൂടുതൽ സഫർ ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്പൗസിനെയാണ് ഞാൻ നോക്കുന്നെങ്കിൽ, ആർ യു റെഡി ടു സഫർ വിത്ത് ഹെർ ഇൻ ഹെർ ഓൺ ബാഡ് ടൈംസ് അല്ലേ. അപ്പം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ആയിത്തീരുക, അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കുക. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ക്യാമ്പസ് സമയങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കരിയർ ഫോക്കസ് ചെയ്യണം. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് നല്ല റിസോഴ്സുകൾ വായിക്കാം, പഠിക്കാം, സഭയുടെ പ്രബോധനങ്ങൾ വായിക്കാം, നല്ല പ്രീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ മാരീഡ് കപ്പിൾസിൻ്റെ അഡ്വൈസ് എടുക്കാം, ഹോളി ഫാമിലീസിൻ്റെ അവിടെ എഫേർട്സ് അല്ലെങ്കിൽ അവിടെ കപ്പിൾസിൻ്റെ അവിടെ അഡ്വൈസ് എല്ലാം എടുക്കാം. അപ്പം യു ഹാവ് എ ലോട്ട് ഓഫ് റിസോഴ്സസ് ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ വാട്ട് യു ആർ എൻറ്ററിങ് ഇൻ ടു. ഈ മിഷേൽ ഇപ്പോൾ പറഞ്ഞത്, അതായത് ഇപ്പോഴത്തെ കല്യാണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഇടിപിടിയുന്നതാണ്. അതായത് നമ്മൾ ഓൺലൈനിൽ കൂടെ ആളെ കാണുന്നു, സംസാരിക്കുമ്പം പ്രഷറുണ്ട്, വീട്ടിൽ നിന്ന് പ്രഷറുണ്ട്, നാട്ടിൽ നിന്ന് പ്രഷറുണ്ട്. അപ്പം ഇതുകൊണ്ടൊരു ഇപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണത്തിനെ കണ്ടു അല്ലേ, ഓൺലൈനിൽ തന്നെ കല്യാണമൊക്കെ ഉറപ്പിച്ചു നാട്ടിൽ പറന്നു വന്ന്
കല്യാണം കഴിച്ച് പിറ്റേ ആഴ്ച അല്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഇതും കഴിഞ്ഞിട്ട് ആൾ പോയി. ഇനി മറ്റേ ആൾ 2 ആഴ്ച കഴിയുമ്പോൾ അല്ല 1 മാസം കഴിഞ്ഞ് വിസ കഴിഞ്ഞിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ നീ ഇങ്ങനെയാണോ ഇരുന്നത് എന്ന് പോലും. പക്ഷേ ഇതൊരു ടോട്ടലി അൺപ്രിപ്പയർഡ്, ഇതല്ല വിവാഹം. യെസ്, വിവാഹം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു വിറയലോടുകൂടി അപ്രോച്ച് ചെയ്യേണ്ട ഒരു വലിയൊരു മിസ്റ്ററി തന്നെയാണ്, ഒരു സാക്രമെൻ്റ് തന്നെയാണ്. വിറയലോടുകൂടി എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതാന്ത്യം വരെ ഏത് വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ഏത് വ്യക്തിക്ക് വേണ്ടി ഞാനൊരു ബലിയായി തീരണം എന്നൊരു ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ സാറിന് ചിന്തിക്കുന്ന ഈ ജീവിതാന്ത്യം വരെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരാളെന്നുള്ളതാണ്. നേരെ തിരിച്ചു പിടിക്കണം. ജീവിതാന്ത്യം വരെ ഞാനൊരു ഗിഫ്റ്റായി, അതായത് അയാളുടെ സ്വഭാവം ചിലപ്പോൾ നാളെ മാറിയ കാര്യം. ബട്ട് ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പം ഈ വ്യക്തിയെ ഞാൻ കണ്ട് മനസ്സിലാക്കി സംസാരിച്ച് ഞാൻ തീരുമാനിക്കുകയാണ്, ഈ വ്യക്തിയെ എനിക്ക് ഇഷ്ടം പോലെ ആരെ വേണമെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാം. ദൈവം അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. പക്ഷെ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന പരിപാടിയില്ല. മനസ്സിലായില്ലേ? ചങ്കു പറിച്ച ആ വ്യക്തിയെ ഏതവസ്ഥയിലും ഞാൻ സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെ വിളി. അപ്പോൾ അതിനൊരിച്ചിരി സമയം വേണം. നമ്മൾ ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തി ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ഡെസിഷൻ. എൻ്റെ പേരൻസിന് എന്നെ സഹായിക്കാം, പക്ഷേ പേരൻസ് എനിക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാൻ പാടില്ല. എൻ്റെ ഡിസിഷനാണ്. കാരണം ഞാൻ മച്ചോർഡായി, ഞാനാണ് ഇനി അപ്പനാകാൻ, എൻ്റെ കുടുംബം റേസ് ചെയ്യാനുള്ള ഞാനാണ്, പേരൻസ് അല്ല. അവർ സഹായിക്കും എന്നെ, പക്ഷേ ഞാനാണ്. അപ്പോൾ ആ ഡിസിഷൻ ഞാൻ എടുത്ത്, അപ്പോൾ ഇന്ന വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതം കൊടുത്ത് സ്നേഹിക്കാൻ പോവാണെന്നുള്ള ആ ഡിസിഷൻ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടി എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അല്ല ഓടിപ്പിടിച്ച് വന്നിട്ട് യെസ് 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 എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെയും ചിന്തിക്കുക ഞാൻ എന്തിനാണാവോ അങ്ങനെ. മനസ്സിലായില്ലേ? അപ്പോൾ യുവർ യെസ് ഹാസ് ടു ബി യെസ്. ഈശോ പറയുന്നുണ്ട് യുവർ യെസ് ഹാസ് ടു ബി യെസ് ആൻഡ് നോ ഹാസ് ടു ബി നോ. ഇത് രണ്ടും കൂടെ മാറ്റി പറയും. ഇപ്പം അന്നേരം യെസ് പറഞ്ഞ് ഇന്നെ നോ, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് യു ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ടൈം ടു മേക്ക് ദ ഡിസിഷൻ. ഇത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. അത് ചിലപ്പോൾ പേരൻസ് പറഞ്ഞേക്കേടാ വിട്ട് കളഞ്ഞേക്കാം, നോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഞാൻ എൻ്റെ സ്വർഗത്തെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലും വിറ്റ്നസിൻ്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും ഞാൻ എടുത്ത കമ്മിറ്റ്മെൻ്റാണ് ഈ വ്യക്തിയോട്. അത് ഇറ്റ്സ് അപ് ടു മീ. അത് എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് ഇതല്ല. യു ക്യാൻ ഗിവ് മീ അഡ്വൈസസ്, പക്ഷെ ഞാനാണ് ആ തീരുമാനം എടുക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇടിപിടി എന്നുള്ള കല്യാണത്തിനേക്കാളും എപ്പോഴും നല്ലത്. കാരണം ഇതൊരു ലൈഫ് ലോങ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ ഇത് ആ 60 വർഷം കൊണ്ട് തീരുന്നൊരു സംഭവമല്ല. അടുത്ത തലമുറ അടുത്ത തലമുറ അടുത്ത തലമുറ അടുത്ത തലമുറ നമ്മൾ നീ കാണുന്ന എല്ലാ മനുഷ്യരും അന്നൊരാളെടുത്ത ഡിസിഷൻ്റെ ഫലമാണെന്ന് തീരുമാനിക്കും. മനസ്സിലാവും ഫ്യൂച്ചർ. ഈ പ്രിപ്പറേഷനെ പറ്റിയും പറഞ്ഞപ്പോഴത്തേക്കും പണ്ടോട്ടൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് സോൾമേറ്റ് അല്ലെങ്കിൽ നിനക്കായിട്ട് അവിടെ ഒരാളെ കണ്ടെത്തി വെച്ചിട്ടുണ്ടെന്നുള്ള സാധനം. ശരിക്കും ഈ സാധനം ഒരു മിത്താണോ അതോ ഒരു റിയാലിറ്റി ആണോ അതോ? അതിനകത്തൊരു പാർഷ്യൽ ട്രൂത്ത് ഉണ്ട്. അതായത് സോൾമേറ്റ് എന്ന് അതായത് ആദ്യ ജീവിതം അല്ലെങ്കിൽ എന്താ പറയുക അനാദി മുതൽ അല്ലേ, അനാദി മുതൽ നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിന് അറിയാം ആരെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത്. അത് ഫോർ നോളജ് ഉണ്ട് ദൈവം. പക്ഷേ ഈ ഡസൻ പ്രീ ഡെസ്റ്റിൻ പീപ്പിൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയായി തീരേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്ക് അപ്പോൾ സിസ്റ്റർ ആകാൻ പോകാൻ പറ്റത്തില്ല. കാരണം അവളത് ചെയ്താൽ എൻ്റെ ദൈവം അവളെ കൊണ്ട് ആ ചിന്ത മാറ്റി എൻ്റെ ഭാര്യ ആക്കണം. അപ്പം ആ കുട്ടിയുടെ വില്ലിനെതിരായിട്ട് ദൈവം പ്രവർത്തിക്കുക. ദാറ്റ്സ് നോട്ട് ലവ്. ഗോഡ് വിൽ നോട്ട് ഡു ദാറ്റ്, റൈറ്റ്? അപ്പം ഞാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞ ഒരു വ്യക്തിയോട് യെസ് പറഞ്ഞ് ആ വ്യക്തിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ഷീ ബിക്കംസ് മൈ സോൾമേറ്റ്. ബിക്കോസ് നമ്മുടെ ഒറിജിനൽ സോൾമേറ്റ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. പക്ഷേ ഈ ലോകത്തായിരിക്കുമ്പോൾ എൻ്റെ സോൾമേറ്റ് എന്ന് പറയുമ്പം ആ സോളും ഈ സോളും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ സോളിൽ ഒന്നായി, ദൈവരൂപിയിൽ ഒന്നായി, ദൈവമായി തീരാനായിട്ടുള്ള ഒരു വിളി. അതാണ് ഈ സോൾമേറ്റ്. മനസ്സിലായില്ലേ? ഇറ്റ്സ് നോട്ട് ദാറ്റ്
അപ്പോൾ ഇന്നത്തെ ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരാൾ പണ്ട് മുതലേ ദൈവം വെച്ചിട്ടുണ്ട്, അയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തപ്പി നടക്കുകയാണ്. അതിൻ്റെ വേറൊരു പ്രീ നോഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾമേറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വളരെ കളർഫുൾ ആകും എന്നൊരു ഒരു വിചാരം. വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വിൽ കംപ്ലീറ്റ് മീ എന്നൊരു അതായത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ എന്താ പറയുക എൻ്റെ കുറവുകൾക്കുള്ള എന്റെ പ്രശ്നങ്ങളുടെ എല്ലാ സൊല്യൂഷനാണ് ഇതാ വരുന്നു എന്റെ സോൾമേറ്റ്. ഏറ്റവും രസം എന്നാന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം അടിയായി രണ്ടും കൂടെ. ആദ്യം കുറ്റം പറയുന്ന ആര്? ദൈവത്തെ കുറ്റം പറയും. കാരണം എനിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തില്ല, നീ പറഞ്ഞിട്ട് ഞാൻ കെട്ടിയതല്ലേ. അപ്പൊ നീ ഒന്നുകിൽ എന്റെ ജീവിതത്തിൽ ഇത് മാറ്റിത്താ, അല്ലെങ്കിൽ എന്നെ ഞാൻ മനസ്സിലായി. അപ്പൊ യു വോണ്ട് ഈവൻ ടേക്ക് റെസ്പോൺസിബിലിറ്റി. മറ്റേത് അങ്ങനെയല്ല, യു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നീ എടുത്ത ഡിസിഷൻ ആണെങ്കിൽ നീ റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം, മനസ്സിലായില്ലേ? ദെൻ ഷീ ബിക്കംസ് യുവർ സോൾമേറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം സോൾമേറ്റ് ആകണമെന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ സമയമെടുത്ത് മനസ്സിലാക്കി you have to work towards to becoming a soulmate. I mean, she has. I mean, you have chosen her as your soulmate. Yes. Then you can grow in that. Yeah. Grow in that. Right. Intimacy. അതെ. സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കാം. Yeah, love. Yeah. ഇപ്പം വിവാഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ വിവാഹം ഉറപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ന ആളെ തന്നെ ഞാൻ വിവാഹം കഴിക്കും, എല്ലാ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു സമയത്തേക്ക് ഞാൻ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ആളുമായിട്ട് ബന്ധപ്പെടുന്നതിൽ പ്രശ്നമുണ്ട്. അതായത് കാരണം ആളെ ഞാൻ ഉറപ്പിച്ചു, ഇതാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന്. പിന്നെ അതൊരു ശരി തന്നെയല്ലേ? അതിൻ്റെ അകത്ത് ശരിയില്ല എന്നുള്ളതാണ് എൻ്റെ ശരി. കാരണം ലൈംഗിക ബന്ധം ബിലോങ്സ് ടു മാരിറ്റൽ റിലേഷൻഷിപ്പ്. വിവാഹത്തിനുള്ളിലാണ് ലൈംഗിക ബന്ധത്തിന് സ്ഥാനമുള്ളൂ. കാരണം ലൈംഗിക ബന്ധത്തിൻ്റെ ഉദ്ദേശ്യം തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും ഇമോഷണലി, സ്പിരിച്വലി, മെൻ്റലി, ഫിസിക്കലി അടുത്ത് അവർ തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതായി ഒന്നാകുകയും അങ്ങനെ ഒരു യൂണിയൻ, പിന്നെ അവരങ്ങനെ ഒന്നാകുമ്പോൾ വൺ ഫ്ലഷ് യൂണിയനിലൂടെ ഒന്നാകുമ്പോൾ അവരിൽ നിന്ന് ദൈവം അവർക്ക് നൽകുന്ന കുഞ്ഞുങ്ങൾ. ഈ രണ്ട് കാര്യമാണ് ലൈംഗികത ദൈവം, അല്ലെങ്കിൽ ഈ സെക്ഷുവാലിറ്റിയിലൂടെ, ലൈംഗികതയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം വിവാഹത്തിന് മുമ്പ് നീദർ ആർ യു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദർ ഇസ് നോ കമ്മിറ്റ്മെൻറ്റ്. ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം. എത്രയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചെന്ന് പറഞ്ഞാലും എനി സിറ്റുവേഷൻ എന്താ വരാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നടന്നു കഴിഞ്ഞ് അത് വിവാഹം ആവുന്നുള്ളൂ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിവാഹം നടക്കാൻ പോലും ആകുന്നില്ല. വിവാഹം നടന്നു കഴിഞ്ഞിട്ട് ഡു യു നോ വെൻ ആക്ച്വലി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ടു ഹർ. എപ്പോഴാണ്, അല്ല ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തു, അതായത് എപ്പോഴാണ് ഒരു കപ്പിൾ, അതായത് ഒരു മാൻ ആൻഡ് വുമൺ പള്ളിയിലൊക്കെ പോയി അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ സഭ അവരെ വിവാഹിതർ എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു വിചാരം അനുസരിച്ചിട്ടാണെങ്കിൽ പള്ളിയിൽ ബ്ലസ് ചെയ്യുമ്പോൾ അങ്ങനെ താലി കെട്ടുമ്പോൾ. ആക്ച്വലി സി, ഇപ്പം ഈശോ അന്ത്യത്താഴത്തിൽ അപ്പം എടുത്തിട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ്. ഈശോ വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാണ്, വാങ്ങി ഭക്ഷിക്കുവാൻ. എന്നിട്ട് കുരിശിൽ മരിച്ചില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പം ഈ പറയുന്ന രക്തവും ഇതെൻ്റെ ശരീരവുമാണെന്ന് പറയുന്നത് ശരീരമായിട്ടില്ല, അല്ലെങ്കിൽ രക്തമായിട്ടില്ല, ബലി പൂർത്തിയായിട്ടില്ല. ഇത് നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ചാണ് കാണിക്കുന്നത്. ഈ ബോഡി ഇങ്ങനെ ബ്രെഡ് എടുത്ത് പോക്കുമ്പോൾ ഇങ്ങനെ ആവി പൊങ്ങുന്ന ചൂടോടെ ശരീരം, മനസ്സിലായല്ലേ? എന്നിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് ക്രോസിലോട്ടാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഓൾട്ടറിൽ എടുക്കുന്ന ഈ ഡിസിഷൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ബലിയിലാണ്. ആ ബലി എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ ബെഡിൽ ആ സ്ത്രീയും പുരുഷനും ഒന്നാകുമ്പോഴാണ് ആ ബലി പൂർത്തിയാകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗിവിങ് ഉണ്ട്. ഈശോ എന്താ ചെയ്തത്? കുരിശിൽ തന്നെ തൻ്റെ ശരീരത്തെ തന്നെ ഒരു ബലിയായി തൻ്റെ സ്പൗസിനാണ്, അല്ലേ, അവളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നൽകുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ ഭർത്താവ് അവിടെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ബലിയായി തന്നെ നൽകുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ വെൻ യു ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് യു ആർ ഡെഡ് ആക്ച്വലി.
it is something to do with that death on the cross. I mean, ഈ ബലി പൂർത്തിയായി എന്ന് ഈശോ അവിടെ പറയുന്നുണ്ടല്ലോ. It's fulfilled. It's done, consumed, consummated. Sorry, it's consummated. അപ്പോൾ ഇതും കൺസുമേഷൻ ആയിരുന്നു പറയുന്നത് അല്ലേ? ഈ കമ്മിങ് ടുഗെദർ കൺസുമേഷൻ. ബട്ട് ദർ ഈസ് ദാറ്റ് ഡെത്ത് ഇൻ എവറി ടൈം യു കം ടുഗെദർ. അപ്പം ഈ വിവാഹം കഴിച്ചു എന്ന് അവരിപ്പോൾ വിവാഹിതരാണ് എന്ന് പറയണമെങ്കിൽ there has to be that physical union. That's not only physical കേട്ടോ, it's spiritual, mental, intellectual, എങ്ങനെയൊക്കെ ഒന്നാവാമോ അതിൻ്റെ എല്ലാം ഒരു യൂണിയനാണ് ഈ സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത്. അപ്പം ഇതാണ് അവിടെ സംഭവിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ പ്രീ മാരിറ്റൽ സെക്സിൽ there's no commitment, there are no children, you're not open to any of this. അപ്പം അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഞാൻ ഉറപ്പാണ് ഈ വ്യക്തിയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പം ആണ് ഡിമാൻഡ് ചെയ്യും, നീ എന്നെ കല്യാണം കഴിക്കാൻ പോവാണ്, സോ വൈ കാൺട്ട് യു ജസ്റ്റ് വൈ ഡോണ്ട് വി സ്ലീപ് ടുഗെദർ? അപ്പോൾ അവൻ അതൊരു ഡിമാൻഡ് ചെയ്യാണ്. ഷീസ് ഡിമാൻഡിങ് ദിസ് ഔട്ട് ഓഫ് യു എന്ന് പറഞ്ഞാൽ, ആൻഡ് യു ആർ ആക്ച്വലി നൗ ഹീസ് ഫോഴ്സിങ് യു ടു സേ യെസ്, ബിക്കോസ് നീ ഓൾറെഡി കമ്മിറ്റ് ചെയ്തല്ലേ എന്നോട്, നമ്മൾ ഒരുമിച്ച് നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ, എന്നിൽ വൈ നോട്ട്? അത് സ്നേഹമൊന്നുമല്ല. ഞാൻ പറയുന്നത് റിയൽ ലവ് ഈസ് വില്ലിംഗ് ടു വെയിറ്റ്. റിയൽ ലവ് ഈസ് വില്ലിംഗ് ടു വെയിറ്റ്. ലവ് ഇസ് പേഷ്യൻറ്റ്. ലവ് ഇസ് പേഷ്യൻറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അടുത്ത കൊല്ലമാണ് നമ്മൾ കല്യാണം കഴിക്കാനിരിക്കുന്നതെങ്കിൽ, ഇഫ് ഹി ഈസ് നോട്ട് വില്ലിംഗ് ടു വെയിറ്റ് ഫോർ ദാറ്റ് 1 year, that love is not love. Basically he's trying to use you. That is something else. Yeah, മനസ്സിലായില്ലേ? അപ്പോൾ ഈ സെക്സ് ബിഫോർ മാരേജിൽ the woman is അല്ലെങ്കിൽ man and woman, you are ഈ വിവാഹത്തിന് മുമ്പ് നമ്മളത് എൻ്റർ ചെയ്യുമ്പം വിവാഹത്തിനുള്ളിൽ നടക്കേണ്ട കാര്യം പുറത്ത് നടക്കുമ്പോൾ you understand you are so your intention is different. Your intention is that physical intimacy, അതിൻ്റെ അകത്ത് കിട്ടുന്ന പ്ലഷർ, ആ സാധനങ്ങൾ, പിന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ്. വിവാഹമൊക്കെ പിന്നെ ഒരു ചടങ്ങായിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സാധനമാണെങ്കിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ബട്ട് ഇഫ് യു റിയലി അണ്ടർസ്റ്റാൻഡ് what marriage is, ഞാൻ പറഞ്ഞു, ഈ വിറയലോടുകൂടി അപ്രോച്ച് ചെയ്യേണ്ട ഒരു സാക്രമെൻറ്റ് തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റേ ഇപ്പം ഹോളി പിന്നെ ഒരു പ്രീസ്റ്റിൻ്റെ ആണെങ്കിലും ഞാൻ പറയുന്നത് ഇതെല്ലാം വിറയലോടുകൂടി തന്നെ എടുക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ മാരേജ് കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, അതിനുശേഷം ഹസ്ബൻഡ് വൈഫ് ഒന്നിച്ച് തീരുമാനം എടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് എനിക്ക് കുട്ടികൾ വേണ്ട, കരിയർ ബിൽഡ് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം, നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഗുഡ് പാരന്റിങ്, അതിന് എനിക്കൊരു പാരന്റ് ആവാനുള്ളൊരു ടൈം ആയിട്ടില്ല, അങ്ങനെയൊക്കെയും പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് ഒരു കുട്ടീനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലും ഭേദം കൊണ്ടുവരാതിരിക്കുന്നതാണല്ലോ എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ. അല്ല, എനിക്ക് അതിനകത്തെ ഇപ്പം നമ്മൾ കുട്ടികൾ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അതൊരു ഗിഫ്റ്റാണല്ലോ, ദൈവം തരുന്ന ദാനമാണ്, ദൈവം തരുന്നതാണോ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഭവം അല്ലല്ലോ കുട്ടികൾ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനുവേണ്ടി നമ്മൾ ഓപ്പൺ ആയിരിക്കുക. ഇപ്പം കുട്ടികൾ ഇപ്പം ചിലർ പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ കല്യാണം കഴിച്ചുള്ളൂ, ഞങ്ങൾ റെഡി ആയിട്ടില്ല, അല്ലെ പേരൻ്റ് ആകാൻ റെഡി ആയിട്ടില്ല. അത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വിചാരിക്കുന്നത് എന്നാ അറിയോ, അങ്ങനെയെങ്കിൽ വൈ ഡോണ്ട് യു ഗെറ്റ് മാരിഡ് ലേറ്റർ വെൻ യു റെഡി അല്ലേ? അതായത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ തന്നെ യു ആർ കമ്മിറ്റിംഗ് യുവർസെൽഫ് ടു ബിക്കം എ ഫാദർ ഓർ എ മദർ. ആ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കയറുന്നത് തന്നെ. അല്ലാതെ നമുക്കിപ്പം 2 കൊല്ലം വെയിറ്റ്, അല്ലെ 3 കൊല്ലം വെയിറ്റ്, അല്ലെ നമ്മുടെ കുറേ ആംബിഷൻസും കുറേ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട്, അല്ലെ കുറച്ച് എക്സോട്ടിക് വെക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അത് എങ്ങനെയായിരിക്കും ഇവർ എന്നാലോചിച്ച് നോക്കി പ്രിവെന്റ് പ്രഗ്നൻസി. ഇപ്പം ഒരു കാത്തലിക് കപ്പിളൊക്കെയാണ് ഒരു പക്ഷേ ദ ബെസ്റ്റ് ദേ ഡു ഇസ് NFP. പക്ഷെ അവിടെ പോലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ NFP is not a means to prevent pregnancy but to space pregnancy. എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്, അപ്പോൾ ആ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹവും വാത്സല്യവും അറ്റൻഷനും കൊടുക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി യു സ്പേസ്
for the next child. You space some time for the next child so that you can give full attention to this child and also give full attention to that child also. അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഈ അവിടെ പോലും നടത്തി മറ്റൊരു ജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇടക്കാലത്ത് ജീവൻ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ ദെൻ ഇറ്റ്സ് വാലിഡ്. മറ്റേത് അങ്ങനെയല്ല. എൻ്റെ പേഴ്സണൽ അംബിഷന് വേണ്ടിയിട്ട്, ആസ്പിറേഷന് വേണ്ടിയിട്ട്, എൻ്റെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതൊന്നും ആയിരിക്കില്ല, പക്ഷേ എനിക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കാര്യമാണെങ്കിലും അവിടെയാണ് ഞാൻ പറയുന്നത്, you should never think that the success of marriage depends on how good you are. Success of marriage depends on God. How deeply dependent you are on God. അതനുസരിച്ചായിരിക്കും നിൻ്റെ കയ്യിലെ പൈസയോ അല്ലെങ്കിൽ നിൻ്റെ കയ്യിലുള്ള എന്താ കൺവീനിയൻസസോ ഈ സാധനങ്ങളൊന്നുമല്ല ഒരു നല്ല വിവാഹം, ഒരു നല്ല ഫാമിലിയെ റേസ് ചെയ്യുന്നത്. ഇറ്റ്സ് യുവർ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദെൻ ഗോഡ് ഒന്ന് ആലോചിച്ച് നോക്കി, ഹോളി ഫാമിലി, അവർക്ക് എന്ത് സ്വന്തമായിട്ട് എന്താ ഉണ്ടായിരുന്നു? നത്തിങ്. അവർ നമുക്കറിയാം, വി നോ ദ സ്റ്റോറി, റൈറ്റ്? അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പലപ്പോഴേ ഇപ്പം ഒരു കുട്ടി ഉണ്ടാകുന്ന ഒരു ബേർഡനായിട്ട് കാണുന്ന ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് അല്ലേ നമ്മൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും? കാരണം ഈ ഫൈനാൻഷ്യൽ ബേർഡൻ എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നേ നമ്മൾ ആസ് എ പേരൻറ്റ് യു ആർ ദ കെയർ ടേക്കർ, റൈറ്റ്? കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, നമുക്ക് തരുന്നത്. അവനെ വളർത്തി വലുതാക്കി ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മളൊരു കെയർ ടേക്കറിൻ്റെ പണിയാണ് എടുക്കുന്നത്. അപ്പോൾ ദൈവമാണ് കുഞ്ഞിനെ തരുന്നത്. ദൈവം ഒരു കുഞ്ഞിനെ തരുമ്പോൾ കുഞ്ഞിനെ പോറ്റാനുള്ള കഴിവും ദൈവം തരും. അതാണ് ദൈവത്തോടുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ്, അല്ലേ? എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം മോശമായി, ശരിയാണ്, പക്ഷെ അത് മാറാമല്ലോ. സമയം കൊണ്ട് എൻ്റെ കാര്യങ്ങൾ മാറാം. അപ്പോൾ ഒത്തിരി പേരുടെ ലൈഫ് ടെസ്റ്റ് കൂടെ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? പുതിയൊരു കുഞ്ഞ് വന്നപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ, ദൈവം എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കൊടുത്തേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീഡിന് വേണ്ടി അല്ല തമ്മിലെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകാനുള്ള കപ്പാസിറ്റി അല്ല, അതിനുള്ള എല്ലാം ദൈവം തരും. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കണം നമ്മളല്ലേ. നമ്മുടെ എല്ലാ കഴിവുകളും കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നവരാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും, അല്ലേ? എനിക്ക് 2 പറ്റുള്ളൂ, അല്ലെ 1 പറ്റുള്ളൂ, നാം 1 നമുക്കൊന്നോ നമുക്ക് 2 അങ്ങനെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലേ? കാരണം നമ്മൾ നമ്മുടെ കഴിവ് വെച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ അൾട്ടിമേറ്റ്ലി ദൈവത്തെ നോക്കിയിട്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. ബിഗ് ഫാമിലീസ് ഒക്കെ എപ്പോഴും ഷെയർ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. വിത്ത് എവ്രി ചൈൽഡ് കെയിം എ ബ്ലെസ്സിങ്. അവരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ബ്ലെസ്സിങ്ങും ഓരോ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. വെൻ യു മേക്ക് എ ഡെസിഷൻ ടുവേർഡ്സ് സംതിങ് ബ്യൂട്ടിഫുൾ, ഗോഡ് ആഡ്സ് ദ മീൻസ് ഫോർ ദാറ്റ്. അല്ലാതെ അതുള്ളത് കൊണ്ടല്ല അത് എടുക്കുന്നത്. ഇപ്പോൾ ദൈവം എപ്പോഴും അങ്ങനെയാണല്ലോ. മോശയോട് പറഞ്ഞേക്കുന്നത്, നീ നിൻ്റെ ഉള്ളെടുത്ത് പോരാനാണ് പറഞ്ഞേക്കുന്നത്, എടുത്ത് വീശാൻ പറയും. അബ്രഹാമിനോട് പറയുന്നു പോരാൻ പറയും. ഈ പോന്ന് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നത്, അല്ലേ? അല്ലാതെ നമ്മളാണ് ഇപ്പോൾ ചോദിക്കുക അവിടെ ചെന്നാൽ എന്ത് സംഭവിക്കും, അവിടെ ആര് കാണും, ഞാൻ ആരെ മീറ്റ് ചെയ്യണം, അവിടെ എന്താണ് ഭാവിയിൽ നീ എന്താണ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, ഫുൾ ലിസ്റ്റ് ഇങ്ങോട്ട് തരുവാണെങ്കിൽ ഞാൻ തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ, ദൈവം അങ്ങനെയല്ല. പലപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരെ നമ്മൾ അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും അല്ല ഒരു ഫാക്ടർ. എനിക്ക് തോന്നുന്നത് ഫാക്ടർ തമ്പുരാനുള്ള നമ്മുടെ വിധേയത്വം, ഇതാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും ഞാൻ പറയുന്നത് ദാറ്റ് ഡസന്റ് മീൻ നമ്മളൊരു കല്യാണം കഴിച്ച് പെണ്ണിനെ വഴിയാധാരമാക്കാനായിട്ട് ഇറസ്പോൺസിബിൾ ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനും അല്ലാത്ത. മനസ്സിലായില്ലേ ഞാൻ പറയുന്നത്? നമുക്ക് അതാണ് ഞാൻ പറയുന്നത്. ഈ 2 പേരും കൂടെ നമ്മൾ സംസാരിച്ച് ഈ ഡേറ്റിംഗ് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവത്തില്ല, അവിടെ ഞാൻ പറഞ്ഞത് ദിസ് ഇസ് മൈ സിറ്റുവേഷൻ നൗ, ദിസ് ഇസ് മൈ, എൻ്റെ വരുമാനം ഇതാണ്, നിൻ്റെ എങ്ങനെയാണ്, ആർ വി റെഡി നൗ വിത്ത് ദിസ്, ആർ വി റെഡി ഫോർ മാരേജ്, ആർ വി റെഡി ടു റേസ് ചിൽഡ്രൻ. അപ്പോൾ അവിടെ ആ ഡെസിഷൻ എടുക്കുന്നത്. നമുക്കാണ് 6 months ഡൗൺ ദ ലൈൻ എനിക്ക് ഇതാകുമ്പോഴാണെങ്കിൽ ദാറ്റ്സ് യു കം ടു എ ഡെസിഷൻ. അപ്പോൾ എന്നിട്ട് ആ വിവാഹം അവിടെയാണ് നമ്മൾ, വെൻ യു ഗെറ്റ് മാരിഡ് യു ഷുഡ് ബി ഓപ്പൺ to the work of the Lord, and that means the greatest blessing in marriage is a child, and you should be open to that, and motherhood and fatherhood. പിന്നെ പലപ്പോഴും ഞാൻ കേട്ടിരിക്കുന്നത്, അതായത് തുടക്കത്തിൽ വേണ്ടെന്ന് വെക്കുന്നു, അതിനുശേഷം കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടും കിട്ടാതെ വരുന്ന ഒത്തിരി കേസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ദേ ഡിലേ ദ പ്രഗ്നൻസി. ഡിലേ ചെയ്യുമ്പോൾ വിത്ത് ഏജ് അതിന് മാർഗങ്ങളൊക്കെ ഉണ്ട്. They freeze their embryo. പക്ഷെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
മുന്നേ പറഞ്ഞു സക്സസ് ഓഫ് മാരേജ് എന്ന് പറഞ്ഞിട്ട്. Yeah. പക്ഷെ അതിനകത്ത് തന്നെ നമ്മളിപ്പം ഇപ്പോഴത്തെ ജനറേഷനിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല, മുന്നേയും ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഡിവോഴ്സിന്റെ റേറ്റ് വളരെ അധികമായിട്ട് കൂടുന്നത് കാണാം. മേ ബി നമ്മൾ പറയുവാണെങ്കിൽ മുന്നത്തെ അമ്മമാര് പലതും പറയാതെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ തുറന്നു പറയുന്നത് കൊണ്ട് ഡിവോഴ്സ് റേറ്റ് കൂടുന്നു എന്ന്. ശരിക്കും അവരുടെ തുറവി കൊണ്ടല്ലേ, അതായത് അവർക്ക് സ്വന്തമായില്ല അവരുടെ യുണീക്നെസ്സിനെ അവർ പുറത്ത് കൊണ്ടുവരുമ്പോഴല്ലേ ഇങ്ങനെ ഡിവോഴ്സ് റേറ്റ് കൂടുന്നത്. ഇപ്പോൾ ഡിവോഴ്സ് റേറ്റുകൾ ഉറപ്പായിട്ടും പഴയതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ. അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ ആൾക്കാർ പഴയതിനേക്കാളും മോശമാണ് എന്നുള്ളതല്ല. പണ്ടത്തെ നമുക്കറിയാം ഒരു ട്രഡീഷണൽ മാരേജ് സെറ്റപ്പിൽ ഡിവോഴ്സ് എന്ന കാര്യം ചിന്തിക്കാൻ പോലും ഒരു മനുഷ്യന് അതിനുള്ളൊരു പറ്റത്തില്ലായിരുന്നു. സൊസൈറ്റി അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നില്ല. അപ്പോൾ യു ആർ ബേസിക്കലി സ്റ്റക്ക് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ ആരെങ്കിലും ഒരു നിയമം അടിച്ചേൽപ്പിച്ചത് കൊണ്ടോ പുറത്ത് കിടക്കാനാവാത്തത് കൊണ്ടോ അല്ല ഞാൻ സ്നേഹിക്കേണ്ടത്. ആ സ്നേഹമല്ല അല്ലേ? ഇപ്പം റോഡിൽ നിയമം ഉണ്ടാക്കി ബോർഡുകൾ എഴുതി വെച്ച് പോലീസുകാരെല്ലാം മുക്കിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ, അതാലോചിച്ച് നോക്കി, ആരും ഇല്ലെങ്കിൽ ഐ ബിക്കം എ ഡേഞ്ചർ വെൻ പോലീസ് ഇസ് നോട്ട് ദെയർ. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഹൃദയമാണ് മാറേണ്ടത്, എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ ഉള്ളിൽ സ്നേഹമാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിവാഹം എന്ന കാര്യം നമ്മൾ സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കണം. അത് ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തെ വിവാഹത്തിൻ്റെ പവിത്രതയിലേക്ക് ഉയർത്തുകയുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ വിവാഹത്തെ എൻ്റെ സ്വാർത്ഥതയിലേക്ക് വലിച്ച് താഴ്ത്തി ഞാൻ അതിനെ ഡോമിനേറ്റ് ചെയ്ത് ഞാൻ തീരുമാനിക്കുന്ന പോലെ ആക്കി തീർക്കും. അതായത് എനിക്കിപ്പോൾ ഒരു സ്കോട്ട് ഹാൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, മാരേജ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ, ദാറ്റ് ഈസ് വൈ ഗോഡ് റേസ് ഇറ്റ് ടു എ സാക്രമെന്റ് എന്ന് പറഞ്ഞാൽ എലവേഷനാണ് വേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പിടിച്ച് താഴെ നമ്മുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ഡിഗ്രേഡ് ചെയ്ത്. അതിൻ്റെ വേറൊരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, അതായത് ഈ മാനും വുമണും തമ്മിലുള്ള സ്നേഹത്തെ നമ്മൾ ഈറോസ് എന്നാണ് വിളിക്കുന്നത്, ഈറോട്ടിക് ലവ്, മാൻ ആൻഡ് വുമൺ. നമുക്ക് വേണേൽ 4 types of love എന്ന് ചേട്ടൻ വേണേൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഈ ഈറോട്ടിക് സ്നേഹം അതിൽ തന്നെ പൂർണ്ണമല്ല. കാരണം നമുക്കറിയാം അൾട്ടിമേറ്റ്ലി ഈ നമ്മളെല്ലാം ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ദെയർസ് എ ഡേ ജീസസ് വിൽ കം ബാക്ക്, വിൽ ഓൾ ബി ജഡ്ജ്ഡ് ആൻഡ് then കംസ് our അൾട്ടിമേറ്റ് യൂണിയൻ വിത്ത് ഗാഡ്. അപ്പോൾ അവിടെ നമ്മുടെ ഈറോസ് അഗാപ്പയായി മാറും അല്ലേ? ദൈവത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അഗാപ്പയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മളിൽ ഇന്ന് ഈറോട്ടിക് ലവാണ് നമ്മളിൽ. അത് ആ ഇറോസിൻ്റെ പാരമ്യം എന്ന് പറയുന്നത് അഗാപ്പയായി തീരുകയാണ്, മനസ്സിലായല്ലേ? അപ്പോൾ നമുക്ക് കുരിശിൽ അത് കാണാൻ പറ്റും. ഈറോസ് ആണ് നമ്മൾ കാണുന്നത്, ഈ ഗ്രേറ്റസ്റ്റ് ഈറോസ് ആണ് ഓൺ ദ ക്രോസ്. അത് അഗാപ്പയായി തീരുകയാണ്, മനസ്സിലായല്ലേ? എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ എല്ലാം വിളി എന്ന് പറയുന്നത്. അപ്പം why don't you talk about the 4 types of love? The 4 aspects of love. 4 types of love ഒന്ന് നമ്മുടെ ഇറോസ് ആണ്. രണ്ട് okay, you're talking about the different types of love. Okay, there's eros, there's storge, there is agape. Agape is God's love. Okay, അതിൽ നിന്നാണ് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള സ്നേഹമാണ് ഈറോട്ടിക് ലവ്, ഈറോസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഒബ്ജക്ട്സിനോടൊക്കെയുള്ള, അതായത് ഇപ്പം എൻ്റെ ഫോൺ എനിക്ക് ഭയങ്കര ഐ ലൈക്ക് മൈ ഫോൺ അല്ലേ, അല്ലെങ്കിൽ ബേസിക്കലി. അപ്പോൾ അതിന് സ്റ്റോക്ക് എന്ന് പറയാം. പിന്നെ എന്താണ്, പിന്നെ മക്കളോടുള്ള സ്നേഹം. വാട്ട് ഈസ് ദാറ്റ് ടേം ഫോർ? ഫീലിയ. അല്ല സോറി, സ്റ്റോഗയാണ് മക്കളോടുള്ളത്. ഈ മക്കളോടുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വസ്തുക്കളോടുള്ളത്. അതൊരു സിമിലർ ലവ് ആണ്. കാരണം എൻ്റെ വയറ്റിൽ നിന്നുണ്ടായ ഒരു കൊച്ച്, അല്ലെങ്കിൽ എൻ്റെ കൊച്ച്, എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റോഗെ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? സോ ഇപ്പം നമ്മൾ ഈ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം റോൺ പറഞ്ഞില്ലേ, എൻ്റെ അപ്പൻ എന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ സ്നേഹിക്കുന്നത് അമ്മയുടെ കൊച്ചായതുകൊണ്ടാണെന്നുള്ളത്. ആ സംഭവമാണ് ഈ സ്റ്റോഗെ എന്ന് പറയുന്നത്. മറ്റേ ഫീലിയ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ബ്രദേഴ്സ് ആൻഡ് ബിറ്റ്വീൻ സിസ്റ്റേഴ്സ്, സിസ്റ്റർ ബ്രദർ.
അപ്പോൾ ഈ ഇറോട്ടിക് ലവ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഈ മാൻ ആൻഡ് വുമൻ്റെ അവരുടെ ആ ഇറോട്ടിക് ലവ് ആണ് അൾട്ടിമേറ്റ്ലി ദൈവസ്നേഹമായിക. ഇത് മൂന്നും ആക്ച്വലി സ്റ്റോഗെ ഓൾസോ ഹാസ് ടു അസെൻറ്റ്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരേണ്ട സ്നേഹങ്ങളാണ് ഇതെല്ലാം. അപ്പം ഈ 3 സ്നേഹങ്ങളും അഗാപ്പയായി തീരുന്നുണ്ട്. നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന കോണ്ടെക്സ്റ്റിൽ ഈ നമ്മൾ ഈ ഈറോസ് അഗാപ്പ ആയി തീരുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് കോൾ എന്ന് മനസ്സിലാക്കിയാൽ വിവാഹം വേറൊരു തലത്തിലാവും അല്ലേ. വിവാഹം ഇസ് ഓൾ അബൌട്ട് ലവ്, ലേണിംഗ് ടു ലവ്. ആൻഡ് വിവാഹത്തിനേക്കാളും നല്ലൊരു സ്കൂൾ പണി പഠിക്കാൻ വേറെ സ്ഥലമില്ലെന്നുള്ളതാണ്, വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം. നന്നായിട്ട് പഠിക്കും. രണ്ട് കുഞ്ഞുങ്ങൾ ഓൾറെഡി ആയിട്ടുണ്ട്. Yes. എനിക്ക് 4 പേരുണ്ട്. പണി പഠിച്ചുകൊണ്ടേയിരിക്കും. ഫാമിലി മെമ്പേഴ്സ് ഒരു ആഫ്റ്റർ മാരേജ് അവിടെ ഒരു ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈവൻ ഇഫ് യുവർ മദർ ഓർ ഫാദർ സേസ് കം ബാക്ക്. ഇന്ന് എൻ്റെ കെട്ടിയോൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഇതെല്ലാം എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് അമ്മയാണ് ഇതിനെല്ലാം സൊല്യൂഷൻ കൊടുക്കും. നീ ഇങ്ങനെ ചെയ്ത, നീ അങ്ങനെ ചെയ്ത, നീ ഇങ്ങനെ, അല്ലെങ്കിൽ അപ്പനായിരിക്കും നീ അങ്ങനെ ഇങ്ങനെ. അവരല്ല തീരുമാനം. അവർ ഈ സാധനം യു ലെറ്റ് ദം ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. കാരണം ഇത് നമ്മൾ നേരത്തെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഴും ചിലപ്പോൾ. ഓക്കെ, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു മാരീഡ് ലൈഫിന് വേണ്ട ഒരു റെസിപ്പി എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെയാ? Wow, it's a learning. അത് എനിക്ക് തോന്നുന്നു ഓരോ വിവാഹത്തിലും നമ്മുടെ പ്രത്യേകതകൾ അനുസരിച്ച്, നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഈ റെസിപ്പി മാറി മാറി വരുമായിരിക്കും. നമ്മൾക്ക് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി ബുക്സ് ഓർ റിസോഴ്സസ് ഒക്കെ ഉണ്ടോ? വളരെ മസ്റ്റ് റീഡ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് അബൌട്ട് സെക്സ് ആൻഡ് മാരേജ്. ഗുഡ് ന്യൂസ് അബൌട്ട് സെക്സ് ആൻഡ് മാരേജ്. They should read it must.